കഴിഞ്ഞ ദിവസം കോട്ടയത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് KSRTC ബസ്സിലൂടെ ഞാൻ വരികയായിരുന്നു. അപ്പോഴാണ് ഞാനൊരു കാര്യം ചിന്തിച്ചത്. നമ്മുടെ പൊതുഗതാഗതത്തിൽ വരുന്ന ഒരുപാട് പുതിയ ഐഡിയകളും ഒരുപാട് പുതിയ മാറ്റങ്ങളും കണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്നാൽ നമ്മൾ എല്ലാവരും മറന്നുപോയ എന്നാൽ അത്യാവശ്യമായി ചെയ്യേണ്ട ഒരു അപ്ഡേഷനെ പറ്റി പറയാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ കാഴ്ച പരിമിതിയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ വരുന്ന ബസ് അതിന്റെ ബോർഡ് നോക്കി വായിച്ച് എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തവർ, ഓടുന്ന ബസിന്റെ ഉള്ളിൽ നിന്നും പുറത്തോട്ട് നോക്കി സ്ഥലം ഏതാണെന്ന് മനസ്സിലാവാതെ നമ്മളിപ്പോ എവിടെയാണ് ഉള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തവർ, അങ്ങനെ ഈ കാഴ്ച പരിമിതി ഉള്ളവര് ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും തീരെ കാഴ്ചയില്ലാത്ത ആൾക്കാരെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്. ഇന്നത്തെ കാലത്ത്, എസ്പെഷ്യലി ഇന്നത്തെ കാലത്ത് ഇതുപോലൊരു കണ്ണാടിയുടെ സഹായം ഇല്ലാതെ ചുറ്റുമുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. കഴിഞ്ഞ ദിവസം ബസ് സ്റ്റാൻഡിൽ ഇരുന്നപ്പോഴത്തേക്കും KSRTC ബസ്സുകളിലൊക്കെ ഒരു സ്ക്രീൻ വെച്ചിട്ട് അതിലൂടെ പരസ്യങ്ങൾ സംരക്ഷണം ചെയ്യുന്നത് കണ്ടു. ഇതുപോലെ ഇങ്ങനെ കാഴ്ച പരിമിതി ഉള്ള ആൾക്കാരിലേക്ക് ഓഡിയോ ഫോർമാറ്റിൽ ഒരു എവിടെയാണ് നമ്മുടെ ബസ് എത്തിയിരിക്കുന്നത്, ഇനി ബസ് എങ്ങോട്ടാണ് പോകുന്നത്, ഇപ്പൊ നമ്മൾ കയറാൻ പോകുന്ന ബസ്സിന് എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്ന് ഒന്ന് പ്ലേ ചെയ്യാൻ പറ്റുമെങ്കിൽ, അവർ കേൾക്കുന്ന രീതിയിലേക്ക് നമുക്ക് അവരുടെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ അത് അവർക്ക് ഒരുപാട് ഉപകാരം ചെയ്യില്ലേ. ഇതൊന്നും സാധിച്ചില്ലെങ്കിൽ നമ്മുടെ KSRTC ബസ്സിലെ കണ്ടക്ടർമാരോട് ബസ് ഓരോ സ്ഥലത്തെത്തുമ്പോൾ നമ്മുടെ ബസ് ഇപ്പൊ എവിടെയാണെന്നും ഈ ആൾക്കാരെല്ലാം കേൾക്കുന്ന രീതിയിൽ നമ്മുടെ ബസ്സിന് എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്ന് പറയാൻ സാധിച്ചെങ്കിൽ ഈ പ്രശ്നത്തിന് ഒരു താൽക്കാലികമായ പ്രതിവിധിയാകും. ഈ പല പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടർമാരും ആളെ കയറ്റാനായി ഇങ്ങനെ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് നമുക്ക് KSRTC കൂടി ഒന്ന് നടപ്പിലാക്കിക്കൂടെ? നമ്മുടെ കൊച്ചു കേരളവും നമ്മുടെ ഭാരതവും വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും വേഗത്തിൽ നമ്മൾ മുന്നോട്ട് കുതിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ സഹായം ആവശ്യമുള്ള ആൾക്കാരുടെ കൈകൂടെ പിടിച്ചല്ലേ നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഈ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു മാറ്റം നമ്മുടെ പൊതുഗതാഗതത്തിൽ വരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇങ്ങനെ ഒരു വീഡിയോ കണ്ട് നമ്മുടെ പൊതുഗതാഗതത്തിൽ ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്ന ആൾക്കാരുടെ ചെവിയിലേക്ക് ഈ വീഡിയോ എത്തിക്കുക. നമുക്ക് ഒന്നിച്ച് ഈ സമൂഹത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാനായി ശബ്ദമുയർത്താം.